ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5-6 പച്ചമുളക് നല്ല എരിവുള്ള ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഇഞ്ചിയും കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് ഇഞ്ചിയും നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 മീഡിയം സൈസ് തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. ആദ്യം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ സ്പൈസി ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്ത നമ്മൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം വെച്ച് കുറച്ചധികം എണ്ണ ഒഴിക്കുക കേട്ടോ. നമുക്ക് ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്ന കടുവിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ സവാള ഇട്ട് ഈ സവാള നമ്മൾ വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ട് വറക്കണം കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇനി അടുത്ത ബാക്കിയൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എണ്ണ നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എണ്ണയെല്ലാം നമ്മൾ എടുത്തു വെക്കുന്ന പാത്രത്തിലേക്ക് ആകും. അത് കാരണം നമ്മളിങ്ങനെ ഒന്ന് ഈ എന്താ പറയുക, നമ്മൾ ഈ ഫ്രൈസ് നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ നമ്മളിത് കോരി കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോഴാ എണ്ണ ഒന്ന് ഇതാവുള്ളൂ. നമ്മൾ കുറച്ച് അതിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മളത് മാറ്റി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ സവാള മൂപ്പിച്ച് വെച്ചില്ലേ, നമ്മൾ ബ്രൗൺ കളറാക്കി വെച്ചതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു കറിവേപ്പിലയും കൂടി കുറച്ച് നമ്മൾ ആക്കി വെക്കുന്നുണ്ട്, ഒരു മൂപ്പിച്ച് വെക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ഒരു കൈ കണക്കാണ് കേട്ടോ. നമ്മളിങ്ങനെ അളവിനൊന്നും എടുത്തിട്ടൊന്നും ചെയ്തിട്ട് നമുക്ക് ശീലമില്ല. എനിക്കും അതെ, എൻ്റെ അമ്മയ്ക്കും അതെ, അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാം ഒരു കൈ കണക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് യുക്തിക്കനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിതും കോരി മാറ്റുന്നുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ അടുത്ത എണ്ണയിലേക്ക് നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇനി അത് നല്ലൊരു ഒരുപാട് അങ്ങ് വഴണ്ട് വരണമെന്നില്ല, എന്നാലും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളൊന്ന് വഴറ്റണം കേട്ടോ. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മെയിനായിട്ട് ഞാനിപ്പോൾ പറയാൻ മറന്നുപോയൊരു കാര്യം, നമ്മളത് സവാള കോരുന്ന സമയത്ത് അത് മൂത്ത ഉടനെ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് വേണം അത് നമ്മൾ പതിയെ കോരിയെടുക്കാൻ. എന്നിട്ട് ഞാൻ അതുപോലെ നമ്മളിത് അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ചുവന്നുള്ളി മൂത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാമേ. നമ്മൾ ആ കീറി വെച്ചിരുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാമേ. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് അലിയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ കല്ലുപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. കല്ലുപ്പ് നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് അതാകുമ്പോൾ എളുപ്പമുണ്ട്. നമുക്ക് ചില കല്ലുപ്പാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലത് കേട്ടോ. അതേപോലെ നമുക്ക് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാമേ. 1 സ്പൂണ് നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ
നമ്മളിത് പെരുംജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. അടുത്തത് അതേപോലെ ഒരു 3 സ്പൂണ് നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് 2 സൈസ് മുളക് പൊടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. 2 സൈസ് മുളക് പൊടി ഒന്നിച്ചാക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. എരിവുള്ളതും ഇല്ലാത്തതും തമ്മിൽ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 1.5 സ്പൂണ് നമ്മൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ കുരുമുളക് പൊടി, മുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്, അതേപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/2 സ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്തത് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നാൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ അത് മൂത്ത് കിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ചിക്കൻ കഴുകി വാരി വെച്ച് നമ്മളെ വെള്ളം ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളവും കൂടിയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും വെള്ളം തന്നെ മതിയാവും കേട്ടോ. നമ്മൾ ചിക്കൻ റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഗ്രേവി ഉള്ള ടൈപ്പാണ് വേണം എന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ അധികം വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, കുഴപ്പമില്ല. നമ്മളിപ്പോൾ നല്ല ഒരു സെമി ഗ്രേവി പോലെ ഒരു കുറച്ച് നമ്മൾ ചിക്കനിലൊക്കെ കവർ ചെയ്തിരിക്കുന്ന കണക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രേവി. അതേപോലെയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം നമുക്ക് ഇറങ്ങും. ശേഷം നമ്മൾ ആദ്യം മൂപ്പിച്ച് വെച്ച് ഇതെല്ലാം വെന്ത് നല്ല വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന നമ്മളുടെ സവാളയും കൂട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ചിത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളുടെ വറുത്ത് വെച്ച സവാള കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ ഇട്ടിട്ടില്ല. നമുക്ക് ഗാർണിഷ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെന്ത് ആ ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് സെമി ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എല്ലാവരും പറയുകയും വേണം കേട്ടോ. എല്ലാവരും അതിൻ്റെ റിസൾട്ടൊക്കെ എന്നോട് പറയുക. നമുക്കത് ആ ഒരു വറുത്ത് വെച്ച സവാളയും കൂടിയിട്ട് നമ്മളിതിലേക്ക് പുറത്തുനിന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ.